ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. സഫ ക്രിയേഷനിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ സാറ്റിൻ ബോ വെച്ചിട്ട് നമുക്ക് കുറച്ചധികം ഫ്ലവേഴ്സ് ഉണ്ടാക്കിയേക്കാം. പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഫ്ലവേഴ്സുകളാണ് കേട്ടോ. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഫ്ലവേഴ്സാണ്. ഞാനിതവിടെ 2.5 സെൻറ്റിമീറ്ററിൽ അതുപോലത്തെ ഒരു 5 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സാറ്റിൻ റിബണ് 1 ഇഞ്ചിൻ്റെ സാറ്റിൻ റിബണാണ്. അത് വീണ്ടും ഇതുപോലെ സെൻറ്ററിലൂടെ മടക്കി അത് ബാക്കിലോട്ടൊന്ന് ഫോൾഡ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഒരുക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാവും, ഞാൻ പറയുന്ന നാട്ടിലും കൂടുതലായിട്ട്. ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് ഓരോ പീസും നമുക്ക് ഓരോ പെറ്റൽസ് ആക്കി എടുക്കാം. ഇതുപോലെ ഇങ്ങനെ ചെയ്തെടുത്ത പെറ്റൽസ് ഇനി നമുക്ക് സൂചിയും നൂലും വെച്ചിട്ട് ഓരോന്നായിട്ട് കോർത്തെടുക്കാം. ഇനി നമുക്ക് ഈ 2 സൈഡും വെച്ചിട്ടൊന്ന് കൂട്ടി യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ തന്നെ നമുക്ക് ക്യൂട്ടായിട്ടുള്ളൊരു ഫ്ലവർ ആയില്ലേ. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്ലവറാണ് കേട്ടോ. നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്തിട്ട് കെട്ടിക്കൊടുക്കാം. ഇനി ഇതിൻ്റെ സെൻട്രൽ വശത്തായിട്ട് നമുക്ക് വല്ല ബീഡ്സോ സ്റ്റോൺസോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു ബീഡ്സാണ് കേട്ടോ ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇത് നമ്മുടെ അലിഗേറ്ററിലോ ടിക് ടാക്കിലൊക്കെ വെച്ചിട്ട് സൂപ്പറായിട്ടുള്ള ക്ലിപ്പുകൾ ആക്കി കൊടുക്കാം നമ്മുടെ മക്കൾക്ക്. അപ്പോൾ ഇനി അടുത്ത ഐറ്റം എന്താണെന്ന് നോക്കാം. അതും ഞാനിവിടെ 2 സെൻറ്റിമീറ്റർ നീളത്തിലുള്ള ഇതുപോലത്തെ കുറച്ച് പീസുകൾ എടുത്തിട്ടുണ്ട്. അതിതുപോലെ സെൻറ്ററിൽ മടക്കിയിട്ട് വീണ്ടും ഇത് കാണുന്ന പോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഒന്നൊരുക്കി കൊടുക്കാം. ഇനി ഈ ഒരു സൈഡും അതുപോലെ തന്നെ ചെയ്യാണ്. പക്ഷേ നമ്മൾ ആദ്യം ചെയ്തതിൻ്റെ ഓപ്പോസിറ്റായിട്ട് വേണം ഇവിടെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതുപോലെ നമ്മൾ ആദ്യം ഏത് വശത്തായിട്ടാണോ സെൻറ്റർ ഭാഗം മടക്കിയത് അതിൻ്റെ ഓപ്പോസിറ്റ് വശത്തിൽ വേണം മറ്റേ സൈഡ് ഒന്ന് മടക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ ഈ പെറ്റൽസൊക്കെ നമുക്ക് ചെയ്തെടുക്കാം. ഇതുപോലെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് 5 പെറ്റൽസ് പോരാട്ടോ, ഒരു 7-8 പെറ്റൽസെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ഭംഗി ഉണ്ടാവുള്ളൂ. ഇനി നമുക്കിത് സൂചിയിലോട്ട് കോർത്ത് കൊടുക്കാം. അതുപോലെ കോർത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കിതുപോലെ ഒന്ന് കെട്ടിട്ട് കൊടുക്കാം. ഇത് നമ്മുടെ ക്ലിപ്പുകളിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഫ്ലവറാണ് കേട്ടോ. ഇനി അല്ല നമ്മുടെ ഡ്രസ്സിൽ വേണമെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് ഫിക്സ് ചെയ്യാം. അതിൻ്റെയും സെൻട്രൽ വശത്ത് ഞാൻ അതുപോലെ ഒരു സ്റ്റോൺ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു സാറ്റിൻ്റെ റിബണ് ഒരു 20 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 15 സെൻറ്റിമീറ്റർ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു സൈഡിലൂടെ സൂചിയും നൂലും വെച്ചിട്ട് ഒന്ന് റണ്ണിങ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിന് മുഴുവനായിട്ട് ഈ റിബണ് നമുക്ക് ഈ നൂലിലോട്ട് കോർത്തെടുക്കാം. ഇതതുപോലെ കെട്ടിയിട്ടുണ്ട്. ഇനി 2 സൈഡും കൂടിയിട്ട് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്തിട്ട് കെട്ടിക്കൊടുക്കാം. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഓരോ ഫ്ലവേഴ്സാണ് കേട്ടോ ഇതൊക്കെ. നമ്മുടെ മക്കൾക്കൊക്കെ ഇനി വെക്കേഷനൊക്കെ വരില്ലേ, അപ്പോൾ അവർക്കൊക്കെ വീട്ടിൽ നിന്ന് ചെയ്ത് നോക്കാൻ പറ്റുന്ന ഓരോ ഫ്ലവേഴ്സാണ്. അപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ നമ്മളെ കമൻ്റായിട്ട് അറിയിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇതതുപോലെ ഞാൻ കെട്ടിട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നൂല് കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഇതിൻ്റെ നടുവിൽ നമുക്ക് എന്തെങ്കിലും ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇത് വെച്ച് നമുക്ക് ഹെയർ ബോയും കുഞ്ഞു കുട്ടികൾക്കുള്ള ബണ്ണൊക്കെ നമുക്ക് മേക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി അടുത്തതായിട്ട് ഞാൻ അതുപോലത്തെ കുറച്ച് പെറ്റൽസ് എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ സെൻറ്ററിലൊന്ന് മടക്കിയിട്ട് അതിൻ്റെ താഴ്ഭാഗം ഇതുപോലെ ഒന്ന് ചുരുട്ടി പിടിച്ച് ഇതുപോലെ സെൻറ്ററിൽ മടക്കുക. എന്നിട്ട് താഴ്ഭാഗം ഒന്ന് ചുരുട്ടി പിടിച്ചിട്ട് ഒന്ന് ഉരുക്കിയെടുത്താൽ മതി. അങ്ങനെ നമുക്ക് എല്ലാതും ചെയ്തെടുക്കാം. ഇതങ്ങനെ ഞാനിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതും സൂചി നൂലിൽ കോർത്തെടുത്തിട്ട് ഒരു ഫ്ലവറാക്കി മാറ്റാം. ഇതുപോലെ നമ്മുടെ ഈ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ സെൻട്രൽ വശത്ത് നമുക്ക് ഒരു സ്റ്റോൺ ഒട്ടിച്ചു കൊടുക്കാം.
അപ്പോൾ ഇനി ഇതുപോലത്തെ വീഡിയോസ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഈ ഫ്ലവേഴ്സൊക്കെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നവരേക്കും ബൈ.